ഹലോ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് സസ്യങ്ങളിലെ ജീവിതചക്രം, അതായത് ലൈഫ് സൈക്കിൾസ് ഇൻ പ്ലാന്റ്സ് ആണ്. നമ്മൾ പ്ലാന്റ് കിങ്ഡം, അതായത് സസ്യലോകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആൽഗെ, ഫംഗി, ബ്രയോഫൈറ്റ്സ്, ടെറഡോഫൈറ്റ്സ്, ജിംനോസ്പേം, ആൻജിയോസ്പേംസ്, ഇതിലെല്ലാം ഹാപ്ലോണ്ടിക് ആണോ, ഡിപ്ലോണ്ടിക് ആണോ, ഡിപ്ലോണ്ടിക് ആണോ ലൈഫ് സൈക്കിൾ കാണുന്നത്, ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണമല്ലോ, അതിൻ്റെ എക്സെപ്ഷൻസ് ഒക്കെ. ഇപ്പൊ സസ്യങ്ങളുടെ ജീവിതചക്രത്തില് രേണുജ സസ്യ തലമുറ, അതായത് സ്പോറോഫിറ്റിക് ജനറേഷൻ എന്നും ഗാമറ്റോഫിറ്റിക് ജനറേഷൻ എന്നും രണ്ട് ഘട്ടങ്ങളുണ്ട്. സസ്യങ്ങളില് ഏകപ്ലോയിഡ് കോശങ്ങൾക്കും ദിപ്ലോയിഡ് കോശങ്ങൾക്കും ക്രമഭംഗം വഴി വിഭജിക്കാൻ കഴിയുന്നു. അത് വിവിധ ജീവിതചക്രം നമ്മളിപ്പോ പഠിക്കുമ്പോഴത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ സസ്യങ്ങളില് മൂന്ന് വിധത്തിലുള്ള ജീവിതചക്രം കാണാം: ഹാപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക് ആൻഡ് ഹാപ്ലോഡിപ്ലോണ്ടിക്. ആദ്യം ഹാപ്ലോണ്ടിക് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ നോക്കാം. ഹാപ്ലോണ്ടിക് ജീവിതചക്രമുള്ള സസ്യങ്ങളിലെ രേണുജ സസ്യ തലമുറയെ, അതായത് സ്പോറോഫിറ്റിക് ജനറേഷനെ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു കോശം മാത്രമുള്ള സിക്താണ്ഡമാണ്. നോക്കിയേ, അതിന്റെ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിച്ചിരിക്കുക. സിക്താണ്ഡം അല്ല, ഇത് ചെറിയൊരു ഫേസ് മാത്രമാണ്. അതായത് സ്വതന്ത്രമായി ജീവിക്കുന്ന രേണുജ സസ്യങ്ങൾ ഇല്ല എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ സിക്താണ്ഡം അതിന് ഊനഭംഗം വഴി വിഭജിച്ച് ഏകപ്ലോയിഡ് രേണുക്കൾ, അതായത് സ്പോർട്സ് ഉണ്ടാകുന്നു. ഈ രേണുക്കൾ ക്രമഭംഗം വഴി വിഭജിച്ച് ഏകപ്ലോയിഡിയായ ഗാമറ്റോഫൈറ്റുകൾ ആകുന്നു. ഗാമറ്റോഫൈറ്റിക് ജീവിതക്രമമുള്ള സസ്യങ്ങളുടെ പ്രധാന ഘട്ടം പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ളതും സ്വതന്ത്രമായി ജീവിക്കുന്നതുമായ ഗാമറ്റോഫൈറ്റുകളാണ്. അതിനാൽ ഇത്തരം ജീവികളെ ഹാപ്ലോണ്ടിക് എന്ന് പറയുന്നു. അപ്പൊ ഇതില് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇതിൽ കാണുന്നത് ഭൂരിഭാഗവും ആൽഗകളിലും ഫംഗസുകളിലും ഭൂരിപക്ഷം ആൽഗകളിലും ഫംഗസുകളിലുമാണ്. എക്സെപ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എക്ടോകാർപ്പസ്, പോളിസൈഫോണിയ, കെൽപ്പുകൾ തുടങ്ങിയ ആൽഗകളിൽ ഹാപ്ലോണ്ടിക് ജീവിതചക്രമാണ് കാണുന്നത്. അതുപോലെ ഫ്യൂക്കസ് എന്ന ആൽഗയിൽ ഡിപ്ലോണ്ടിക് ജീവിതചക്രമാണ്. അത് ഡിപ്ലോണ്ടിക് ഞാൻ പറയും. അപ്പൊ എക്സെപ്ഷൻസ് ഈ ഉദാഹരണം തന്നിട്ട് ഒരു എക്സാമ്പിൾസ് തന്നിട്ട് ഏതിലാണ് കാണുന്നതെല്ലാം ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡിപ്ലോണ്ടിക് ജീവിതചക്രം. ഡിപ്ലോണ്ടിക് ജീവിതചക്രമുള്ള സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ളതും സ്വതന്ത്രമായി ജീവിക്കുന്നതുമായ ഡിപ്ലോയിഡ് രേണുജ സസ്യം ആണ് പ്രധാന ഘട്ടം. അപ്പൊ ഇവയില് ഗാമറ്റോഫിറ്റിക് ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഏകകോശമോ ബഹുകോശമോ ആയിട്ടുള്ള ഏകപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് ആണ്. അപ്പൊ ഇവിടെ ഏകകോശമോ ബഹുകോശമോ ആയിട്ടുള്ള തരം, പക്ഷെ സ്വതന്ത്രമായ ഗാമറ്റോഫൈറ്റ് ഘട്ടം ഇല്ല. അപ്പോൾ ഡോമിനേറ്റ് ചെയ്യുന്നത് ഏതാണ്? രേണുജ സസ്യമാണ്. അപ്പോൾ ഉണ്ടോ, ഇവിടെ ശരിക്കും ഒരു ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിച്ചിരിക്കുകയാണ്. ഉണ്ടോ, ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? എന്താണ്? രേണുജ സസ്യം ഫേസാണ്. ഈ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഗാമറ്റ്സ് ഉണ്ടാകുന്ന ഈ ഘട്ടം മാത്രമാണ് ഗാമറ്റോഫൈറ്റ് ഘട്ടത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഉദാഹരണം എല്ലാ അനാവൃത ബീജസസ്യങ്ങൾ, അതായത് ജിംനോസ്പേം, ആവൃത ബീജസസ്യങ്ങൾ, അതായത് ആൻജിയോസ്പേം ഇതിന് ഉദാഹരണമാണ്. കൂടാതെ ഫ്യൂക്കസ് എന്ന ആൽഗയിലും ഡിപ്ലോണ്ടിക് ആണ് കാണുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഹാപ്ലോഡിപ്ലോണ്ടിക് ജീവിതചക്രം. ഈ ബ്രയോഫൈറ്റുകളിലും ടെറഡോഫൈറ്റുകളിലും മേൽപ്പറഞ്ഞ രണ്ടു തരം ജീവിതചക്രത്തിനും മധ്യയുള്ള അവസ്ഥയാണ് കാണുന്നത്. അപ്പൊ എന്താണ് ഹാപ്ലോഡിപ്ലോണ്ടിക് ജീവിതചക്രം എന്ന് പറയുന്നത്? ഇവിടെ രണ്ട് ഘട്ടങ്ങളും ബഹുകോശങ്ങളാൽ നിർമ്മിതമാണ്. എന്നിരുന്നാലും ഇവയുടെ പ്രധാന ഘട്ടങ്ങളിൽ വ്യത്യാസമുണ്ട്. അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവയിലെ രണ്ട് ഘട്ടങ്ങളും ഉണ്ട്. പക്ഷേ ഇപ്പൊ ബ്രയോഫൈറ്റുകളില് കണ്ടോ, പ്രബലമായതും സ്വതന്ത്രമായതും പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ളതും താലസോട് കൂടിയതും നിവർന്നു നിൽക്കാൻ കഴിവുള്ളതുമായ ഘട്ടമാണ് ഗാമറ്റോഫൈറ്റ്. കണ്ടോ, ബ്രയോഫൈറ്റ്സ് മോസ് പ്ലാന്റിനെ ഇവിടെ കാണിച്ചിരിക്കുക. ഇവിടെ അത് ഇറക്റ്റ് ആയിട്ടുള്ള മോസ് പ്ലാന്റ്, അത് ഫോട്ടോസിന്തറ്റിക് ആണ്, സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നതാണ്. പക്ഷേ ഇവയെ അനുവർത്തനം ചെയ്യുന്ന
രേണുജസസ്യം, അതായത് സ്പോറോഫൈറ്റ്. അതിന്റെ പ്രത്യേകത എന്താണ്? കുറഞ്ഞ കാലം ജീവിക്കുന്നതും ബഹുകോശമുള്ളതും പൂർണ്ണമായോ ഭാഗികമായോ താങ്ങിനും പോഷണത്തിനും ഗാമറ്റോഫൈറ്റിനെ ആശ്രയിക്കുന്നതുമാണ്. ഇതിപ്പോ ബ്രയോഫൈറ്റില് ഏതാണ് കാണിച്ചിരിക്കുന്നത്? മോസ് പ്ലാന്റ് ആണ് ഈ കാണിച്ചിരിക്കുക. ഇപ്പൊ മോസ് പ്ലാന്റില് ഭാഗികമായിട്ടാണ്. ഇതൊക്കെ നമ്മൾ ബ്രയോഫൈറ്റ്സ് എടുക്കുമ്പം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഹെപ്പാറ്റിക് അബ്സുഡയിലൊക്കെ ആണെങ്കിലോ അതിലുള്ള ബ്രയോഫൈറ്റ്സ് ഫുൾ, പിന്നെ ബ്രയോഫൈറ്റ്സിലെ സ്പോറോഫൈറ്റ് ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആണ് അല്ലെ? എന്തുകൊണ്ടാണ് ഫുള്ളി ഡിപ്പെൻഡൻ്റ് എന്നും ഭാഗ്യമായിട്ട് ഇവിടെ കാണുന്നത് എന്തുകൊണ്ടാണ്, അതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. അത് പിന്നെ നമ്മൾ പഠിക്കും. അപ്പൊ ഇനി ഇവിടുത്തെ സ്പോറോഫൈറ്റിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുക. ഇവയെ അനുവർത്തനം ചെയ്തു വരുന്ന രേണുജ സസ്യം കുറഞ്ഞ കാലം ജീവിക്കുന്നതും ബഹുകോശമുള്ളതും പൂർണ്ണമായോ ഭാഗികമായോ താങ്ങിനും പോഷണത്തിനും ഗാമറ്റോഫൈറ്റിനെ ആശ്രയിക്കുന്നതാണ്. ഇനി ടെറിഡോഫൈറ്റിന്റെ കാര്യം നോക്കാം. ടെറിഡോഫൈറ്റുകളിൽ സ്വതന്ത്രമായും പ്രകാശ സംശ്ലേഷണ ശേഷിയും ഉള്ളതും സംവഹന കലകൾ ഉള്ളതുമായ ഡിപ്ലോയിഡ് രേണുജ സസ്യങ്ങളാണ് പ്രബലമായി കാണുന്നത്. ഇതാണോ ഫേൺ അതിന്റെ ലൈഫ് സൈക്കിൾ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ഇതാണ് എന്താണ് സ്പോറോഫൈറ്റ് അല്ലെ, പ്രബലമായി കാണപ്പെടുന്നത്. ഇവയെ അനുവർത്തനം ചെയ്തു വരുന്ന ഗാമറ്റോഫൈറ്റ് ആണെങ്കിലോ കുറഞ്ഞ കാലം ജീവിക്കുന്നതും ഏകപ്ലോയിഡ് ആയിട്ടുള്ളതും ശവോപ ജീവികളുമായ, അതായത് സാപ്രോഫൈറ്റ്സോ സ്വപോഷികളോ ആയ കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ബ്രയോഫൈറ്റ്സും ടെറിഡോഫൈറ്റ്സും ഹാപ്ലോ ഡിപ്ലോണ്ടിക് തന്നെയാണ്, എന്നാൽ രണ്ടിലും ഉള്ള ആ ഒരു പ്രത്യേകത. പിന്നെ ഇനി 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എക്ടോകാർപ്പസ്, ഫ്യൂക്കസ് എന്നിവയുടെ ജീവിതചക്രം യഥാക്രമം ഏതാണ്? യഥാക്രമം ഹാപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക് ഹാപ്ലോണ്ടിക്, സി ഹാപ്ലോണ്ടിക് ഡിപ്ലോണ്ടിക്, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ദെൻ ഡിപ്ലോണ്ടിക്, ഡി ഹാപ്ലോ ഡിപ്ലോണ്ടിക് ദെൻ ഹാപ്ലോണ്ടിക്. നമ്മളിപ്പോ മനസ്സിലാക്കിയതേ ഉള്ളൂ. എന്താണ് യഥാക്രമമാണ്? എക്ടോകാർപ്പസ് എന്താണ്? ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണ്. നമ്മുടെ എക്സെപ്ഷൻസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. ഇവിടെ ഫ്യൂക്കസ് ഡിപ്ലോണ്ടിക്. അപ്പൊ എക്സാമ്പിൾ അതാണ്, സോറി സി ആണ് ആൻസർ. ശരി, ദെൻ വൺ മോർ ക്വസ്റ്റ്യൻ. ഹാപ്ലോണ്ടിക് ജീവിതചക്രമുള്ള സസ്യങ്ങളെ കുറിച്ച് ശരിയായ പ്രസ്താവനയാണ്. രേണുജ സസ്യ തലമുറയെ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു കോശം മാത്രമുള്ള സിദ്ധാന്തമാണ്. കറക്റ്റ് ആണല്ലോ. ഗാമറ്റോഫൈറ്റിക് ഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നത് ഏകകോശമോ ബഹുകോശമോ ആയിട്ടുള്ള ഏകപ്ലോയിഡ് ഗാമറ്റോഫൈറ്റ് ആണ്. തെറ്റല്ലേ? പ്രധാന ഘട്ടം പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ളതും സ്വതന്ത്രമായി ജീവിക്കുന്നതുമായ ഗാമറ്റോഫൈറ്റുകളാണ്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ 1ഉം 3ഉം, അതാണ് സി ആണ് ആൻസർ അല്ലേ? ഓക്കെ, താങ്ക് യു.